നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കൈവശ ഭൂമിക്കാർക്ക് പട്ടയം നൽകാനാവാത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടെന്ന PC ജോർജ്. റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം വളരെ വലുത്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇതിന് ഉത്തരവാദികളെന്നും PC ജോർജ്. കള്ളപ്പണക്കാരുടെ കൂട്ടത്തിൽ കോൺഗ്രസുകാർ ഇല്ല എന്ന് തനിക്ക് ഉറപ്പില്ലെന്ന PC ജോർജ്. കേരള കോൺഗ്രസുകാർ ഉണ്ടാവില്ലെന്നും PC ജോർജ്. വിദ്യാഭ്യാസ വായ്പകൾക്ക് ദേശസാത്കൃത ബാങ്കുകൾ മുന്തിയ പരിഗണന നൽകണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്കുകൾ മതിയായ പരിഗണന നൽകുന്നില്ലെന്ന MPയുടെ കുറ്റപ്പെടുത്തൽ. പത്തനാപുരം മാങ്കോട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കൽവിളക്കുകളും വിഗ്രഹങ്ങളും തകർക്കപ്പെട്ടു. സംഭവം കഴിഞ്ഞ രാത്രി. പ്രമുഖ നാടക പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അന്തരിച്ച സജി സാമിന്റെ സംസ്കാരം വ്യാഴാഴ്ച നടന്നു. സജി സാമിന്റെ വിയോഗം മലയാള നാടകരംഗത്ത് കനത്ത നഷ്ടം. പത്തനാപുരം മാങ്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കൽവിളക്കുകളും വിഗ്രഹങ്ങളും തകർക്കപ്പെട്ടു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. ക്ഷേത്രാങ്കണത്തിലെ യക്ഷിത്തറയിലെ വിഗ്രഹവും ആൽത്തറയിലെയും നാഗത്തറയിലെയും കൽവിളക്കുകളും ആർച്ച് വിളക്കുകളും തകർന്ന നിലയിലാണ് കാണപ്പെട്ടത്. ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തി. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന വെള്ളിയിൽ തീർത്ത നാഗരൂപം കാണാതായിട്ടുണ്ട്. കൽവിളക്ക് അവിടെ യക്ഷിത്തറയിലെ നാഗയക്ഷിയുടെ പിന്നെ കാവിലെ നാഗത്തറയിലെ അത് ഇത്രയും ഇവിടുന്ന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് മോഷണ ശ്രമമല്ല എങ്കിൽ തന്നെ ഇത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനം. മുമ്പ് ക്ഷേത്രത്തിലെ സ്റ്റേജിൽ സ്ഥാപിച്ചിരുന്ന ട്യൂബ് ലൈറ്റുകൾ അജ്ഞാത സംഘം തല്ലി തകർത്തിരുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ടവരെ എത്രയും വേഗം പിടികൂടണമെന്ന് നാട്ടുകാരും ക്ഷേത്രഭരണ സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഇപ്പം മനസ്സിലായി ഇത് മനഃപൂർവ്വമായിട്ട് ആരോ കുപിത്തികൾ ചെയ്തതാണ്. എല്ലാവരും വളരെ ഐക്യത്തോടുകൂടി പോകുന്നൊരു പ്രദേശമാണ്. അതിന് ഘടകവിരുദ്ധമായാണ് ഇന്നിപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവർക്കും പൊതുവെ എല്ലാവരും അതിനെ എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് കൂടുതൽ. ആരും ഇതിനെ അലുകിയോ ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ല. ഏതായാലും അതൊരു ചീത്ത വഴക്കമാണ്. ഇനി മേലെ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഏതായാലും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംബന്ധം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. സംഭവം നടത്തിയിട്ടുള്ള ആൾക്കാർ ആരായാലും തന്നെ അവരെ ക്ഷേത്രത്തിൽ മുന്നേ കൊണ്ടുവരണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചെറുകിട റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധനമന്ത്രി മാണി ശ്രമിക്കാത്തത് മുഖ്യമന്ത്രിയാകാൻ തന്നെ അനുവദിക്കാത്ത ഉമ്മൻചാണ്ടിയോടുള്ള പ്രതിഷേധം കൊണ്ടാണെന്ന് സംശയിക്കുന്നുവെന്ന് MLA അഡ്വക്കേറ്റ് K. രാജു. റബ്ബർ കർഷകർ പുനലൂരിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൻകിടക്കാരല്ല, മറിച്ച് ചെറുകിട റബ്ബർ കർഷകരാണ് സംസ്ഥാനത്തെ റബ്ബർ ഉത്പാദനത്തിന്റെ സിംഹഭാഗവും നടത്തുന്നതെന്ന് MLA ചൂണ്ടിക്കാട്ടി. കൃഷിയിലൂടെ ജീവിച്ചിരുന്ന ഇവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന സമീപനമാണ് സർക്കാരിന്റേത്. മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടാത്തതിന്റെ പ്രതിഷേധം മാണി ഉമ്മൻചാണ്ടിയോട് തീർക്കുകയാണോ എന്നും MLA ചോദിച്ചു. ചെറിയ കൃഷിക്കാരുടെ കഞ്ഞിയിൽ പാറ്റ എന്താണ് ശ്രീ K. M. മാണി? നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇതിന് പദ്ധതിയില്ലാത്തത്? നിങ്ങളുടെ മൂശയിൽ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ, പരിരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തുകൊണ്ട് ശ്രീമാൻ K. M. മാണിക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല? അധ്വാനവർക്ക് സിദ്ധാന്തത്തിന്റെ ഉടമയായ താങ്കൾ ഈ റബ്ബർ കർഷകരെ അവരെങ്ങനെയും പോയി തൊലയട്ടെ എന്നുള്ളതാണോ നിങ്ങളുടെ മനോഭാവം? അതോ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടുള്ള ദേഷ്യം കൊണ്ട്, വിരോധം കൊണ്ട് താൻ ലാസ്റ്റിലെ 1.5 വർഷക്കാലമോ 2 വർഷക്കാലമോ എങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഈ 45 വർഷത്തിന് ശേഷം കാത്തിരിക്കുന്ന അദ്ദേഹം, 45 വർഷത്തിന് ശേഷം എന്ന് ഞാൻ പറഞ്ഞത് 45 വയസ്സല്ല. ബഹുമാനപ്പെട്ട മാണി സാറിന് ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 80 വയസ്സിനുള്ളിൽ 45 വർഷക്കാലവും കേരളത്തിൽ MLA ആയിരുന്നയാളാണ്. നിരവധി 11 തവണ മന്ത്രിയായിരുന്നയാളാണ്. ഈ കേരളത്തിൽ 11 12 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചയാളാണ് ശ്രീമാൻ K. M. മാണി. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞന് 2 കൊല്ലക്കാലം ഉമ്മൻചാണ്ടിക്കൊന്ന് മാറിക്കൊടുത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള അവസരം ഒന്ന് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണോ മാണി സാർ ഇതിന് പരിഹാരം കാണാത്തത് എന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ്. റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുക, ഇറക്കുമതി ചുങ്കനിരക്ക് ഉയർത്തുക, 200 രൂപ നിരക്കിൽ റബ്ബർ സർക്കാർ സംഭരിക്കുക, ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന്റെ ഗുണമേന്മ പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി ചെയർമാൻ EK റോസ്ചന്ദ്രൻ അധ്യക്ഷനായി. കൺവീനർ ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്തെ കൈവശ ഭൂമിക്കാർക്ക് പട്ടയം നൽകാനാവാത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടെന്ന് PC ജോർജ്. റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം വളരെ വലുതാണ്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇതിന് ഉത്തരവാദികളാണെന്ന് PC ജോർജ് പറഞ്ഞു. നമ്മുടെ പട്ടയ പ്രശ്നത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ വലുതാണ്. ഇന്ന് മുഖ്യമന്ത്രി കോൺഫറൻസ് കഴിഞ്ഞാണ് വരുന്നത്. പട്ടയം കൊടുക്കുന്നതിൽ
അതായത് ഫെബ്രുവരി മാസത്തെ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനം പോലും നടപ്പാക്കാത്ത റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭണത്തിന് മുമ്പിൽ ഒലിച്ചു പോകുന്ന രാഷ്ട്രീയ നേതൃത്വമായിരിക്കും കാണേണ്ടി വരിക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പിടിപ്പുകേട്? റവന്യൂ മന്ത്രിയല്ല, മുഖ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും ഉത്തരവാദികളല്ലേ ഇത്? പട്ടയം കൊടുക്കേണ്ട മനുഷ്യന്. ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെല്ലാവരും ചേർന്ന് ഇരുന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഉത്തരവ് കൊടുത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ 2010 പോലും ഒരു പ്രാവശ്യം ആ കമ്മിറ്റി പോലും കൂടിയിട്ടില്ല ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് എങ്ങനെ ഭരിക്കാൻ പറ്റും ഗവൺമെൻറ്? പിടിപ്പുകേട് ആരാന്ന് വെച്ചാൽ ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് സംശയം വല്ലതും ഉണ്ടോ? പഠിക്കുന്നവർ എന്തിന് രാജ്യം ഭരിക്കുന്ന ഇങ്ങനെ എന്തിനു ഉത്തരവിടുന്നു? ഇന്ന് മുഖ്യമന്ത്രി പകുതിയായപ്പോൾ ഇറങ്ങിപ്പോയി അദ്ദേഹം ക്ഷോഭിച്ച്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കള്ളപ്പണക്കാരുടെ കൂട്ടത്തിൽ കോൺഗ്രസുകാർ ഇല്ല എന്ന ഉറപ്പ് തനിക്കില്ലെന്ന് PC ജോർജ്. കേരള കോൺഗ്രസുകാർ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പത്തനാപുരത്തെ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 627 കള്ളപ്പണക്കാരുടെ പേര് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് സംബന്ധിച്ച അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് PC ജോർജ് കോൺഗ്രസിനെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന തരത്തിൽ പ്രതികരിച്ചത്. കള്ളന്മാരെ കൽത്തുറുങ്കിലടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആ 627 പേരുടെ പേര് ജനങ്ങളെ അറിയിക്കണം. അതിനകത്ത് രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ കൊള്ള അവസാനിപ്പിക്കുക, അവനെ പിടിച്ച് കൽത്തുറുങ്കിലടക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയം വേണം. ഇത് പുറത്ത് വരട്ടെന്ന്. എന്താ കുഴപ്പം? പുറത്ത് വന്നു എന്നാ കുഴപ്പം? കട്ടണമല്ലേ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഇത് ഭയപ്പെടുന്നത് എന്തിനാ? മുതുകത്ത് പുണ്ണുള്ളവനാണ് മുള്ളിന് കീഴേ നടക്കാൻ പറ്റാത്തത്. നമുക്കൊക്കെ മുള്ളിന് കീഴേ നടക്കാം, കാരണം മുതുകത്ത് പുണ്ണില്ല. അതുകൊണ്ട് ഇവനെ പിടിച്ച് അകത്തിടണം. കേരളത്തിൽ ഏതെങ്കിലും ആളുകൾ ഈ 627 പേരിൽ പെടുവോ? ആരും ഇല്ലാതിരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ഉണ്ടെങ്കിൽ ഇപ്പോൾ കൽത്തുറങ്ങിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കേരള കോൺഗ്രസ് ആരും വരികയില്ല, പേടിക്കും. ഉറപ്പാണ്. കോൺഗ്രസുകാരുടെ കാര്യത്തിലോ? എനിക്ക് ഉറപ്പില്ല. ലാബിലിൻ അഴിമതിയുടെ ഏതെങ്കിലും വിഹിതം എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ പണ്ടൊക്കെ എനിക്കറിയാത്തത് പറയാൻ പറ്റും. CPM കോൺഗ്രസ് പോലുള്ള പാട്ടുകാർ ഞാനെങ്ങനെ പറയും? കേരള കോൺഗ്രസ്സുകാർ എനിക്ക് പറയാൻ ഞങ്ങളുടെ പാർട്ടിക്കാരായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രമുഖ നാടക പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അന്തരിച്ച സജി സാമിന്റെ സംസ്കാരം വ്യാഴാഴ്ച നടന്നു. മലയാള നാടകരംഗത്ത് കനത്ത നഷ്ടമാണ് സജി സാമിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായത്. ലൈവ് വാർത്ത അനുസ്മരിക്കുന്നു. നാടകരംഗത്ത് തന്റേതായ പരീക്ഷണങ്ങൾ നടത്തിയ സജി സാമിന്റെ യാത്ര എന്നും വേറിട്ട വഴികളിലൂടെയായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകരംഗത്തെത്തിയ സജി സാം ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ സഹസംവിധായകനായും പ്രവർത്തിച്ചു. താൻ സംവിധാനം ചെയ്യുന്ന ഭഗത് സിംഗ് എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥാരചനയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായി ഈ കലാകാരൻ അരങ്ങൊഴിഞ്ഞത്. പുനലൂർ നേതാജി മണിമന്ദിരം വീട്ടിൽ പരേതനായ PS ശാമുവലിന്റെയും ഏലിയാമ്മയുടെയും മകനായ സജി സാമിനെ അദ്ദേഹം സംവിധാനം ചെയ്ത പ്രൊമിത്യൂസ് എന്ന നാടകമാണ് ഏറെ ശ്രദ്ധേയനാക്കിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെയും തിരോധാനത്തെയും കുറിച്ച് ഏറെ ഗവേഷണങ്ങൾ നടത്തിയിരുന്ന സജി സാം ബാനർ സാംസ്കാരിക സമിതി രൂപീകരിക്കുകയും നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന നാടകം സംവിധാനം ചെയ്ത് സംസ്ഥാനമൊട്ടാകെ അവതരിപ്പിക്കുകയും ചെയ്തു. പുനലൂരിൽ ആക്ടേഴ്സ് സ്റ്റുഡിയോ എന്ന പേരിൽ നാടകകളരി സ്ഥാപിച്ച് നിരവധി പേർക്ക് പരിശീലനം നൽകി. മദ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്പിരിറ്റ് എന്ന തെരുവ് നാടകം സംവിധാനം ചെയ്ത് സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും അവതരിപ്പിച്ചിരുന്നു. സജി സാം സംവിധാനം ചെയ്ത അരങ്ങിൽ അവതരിപ്പിച്ചിരുന്ന സോളോ ഡ്രാമ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. മലയാള നാടകരംഗത്തിന് കനത്ത നഷ്ടമാണ് സജി സാമിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വിദ്യാഭ്യാസ വായ്പകൾക്ക് ദേശസാൽകൃത ബാങ്കുകൾ മുന്തിയ പരിഗണന നൽകണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. പുനലൂരിൽ പുതുതായി തുടങ്ങിയ SBI ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്കുകൾ മതിയായ പരിഗണന നൽകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ വായ്പയ്ക്ക് മുന്തിയ പരിഗണനാ ലിസ്റ്റിൽ തന്നെ കൊടുക്കാൻ തയ്യാറാകുന്നതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഏത് തലത്തിൽ പോയിട്ടാണെങ്കിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ളവ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് കേരളത്തിന്റെ ജനറേഷൻ. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ദേശസാൽകൃത ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പയോട് പലപ്പോഴും ഒരു ഉദാരപരമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇനി അല്പം റീപേയ്മെന്റിന്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിനിപ്പോ അത് കഴിഞ്ഞതിന് ശേഷം എംപ്ലോയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗ്യാരണ്ടി ഉണ്ട്. റീപേയ്മെന്റ് ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അതൊരു തലമുറയുടെയും ഒരു നാടിന്റെയും ദീർഘകാല വികാസത്തിൽ അന്വേഷണീയമായ ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാണ് വിദ്യാഭ്യാസ വായ്പ.
ചെമ്മന്തൂർ ഹൈസ്കൂളിന് സമീപത്താണ് SBIയുടെ പുതിയ ശാഖ പ്രവർത്തനം തുടങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ SBI കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബാദൽ ചന്ദ്രദാസ് അധ്യക്ഷനായി. റീജിയണൽ മാനേജർ അലക്സാണ്ടർ ES സ്വാഗതം പറഞ്ഞു. ലോക്കർ സൌകര്യത്തിന്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. ബാങ്ക് പ്രതിനിധികളായ CV വെങ്കിടേഷ്, പണിക്കർ M. ജേക്കബ്, VL ജോസഫ്, ബ്രാഞ്ച് മാനേജർ D. സുഭാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്തുന്നുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ കഴുതുരുട്ടി മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ 8 കിലോഗ്രാം അരി പുറത്തു കൊണ്ടുപോയി തൂക്കിയപ്പോൾ 400 ഗ്രാമിന്റെ കുറവ് കണ്ടെത്തിയതായി BJP പ്രവർത്തകർ ആരോപിച്ചു. അരി തിരികെ മാവേലി സ്റ്റോറിലെത്തിച്ച് സാധാരണ ത്രാസിൽ തൂക്കിയപ്പോൾ 8 കിലോഗ്രാമും ഡിജിറ്റൽ ത്രാസിൽ തൂക്കിയപ്പോൾ 400 ഗ്രാമിന്റെ കുറവും കണ്ടെത്തിയതായി പ്രവർത്തകർ പറയുന്നു. കഴുതുരുട്ടിയിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകരെ മാവേലി സ്റ്റോറിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സാധനം വാങ്ങാനെത്തിയവരെ പ്രവർത്തകർ മാവേലി സ്റ്റോറിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് നടന്ന ഉപരോധം BJP പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ ഇവിടുന്ന് ഈ മാവേലി സ്റ്റോറിൽ നിന്ന് പിടിച്ചിറക്കാനുള്ള കഴിവ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന മാനേജർ മനസ്സിലാക്കുന്ന നന്നായിരിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. സാധാരണക്കാരായിട്ടുള്ള അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് ജോലിക്ക് പോയിട്ടാണ്. ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് ജോലിയില്ല. അവർ 2-3 ദിവസമൊക്കെ പട്ടിണി. അവർ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ടുവരുന്ന പൈസ, ആ പൈസ എടുത്ത് നിങ്ങൾക്ക് 1 കിലോ അരി വാങ്ങുമ്പോൾ അതിനകത്ത് 200 ഗ്രാം കട്ട് ചെയ്യുക അല്ലെങ്കിൽ 200 ഗ്രാം അഴിമതി നടത്തുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ദൈവദോഷം കിട്ടും. ഇവിടെ ഇരിക്കുന്ന മാനേജർക്കും തൊഴിലാളികൾക്കും ദൈവദോഷം കിട്ടും. ഇടമൺ റജി, വടമൺ ബിജു, അരുൺ ചന്ദ്രശേഖർ, M. മനോജ്, M. ഖനി, R. രാജേഷ്, KA. പ്രദീപ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള പത്തനാപുരത്ത് തുടങ്ങി. സെന്റ് സ്റ്റീഫൻസ് മൌണ്ട് താബോർ സ്കൂളിലാണ് മേള. MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേള ശനിയാഴ്ച സമാപിക്കും. റവറന്റ് KO ജോസഫ് റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മൌണ്ട് താബോർ ദേറ സെക്രട്ടറി KV പോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, AEO M. ദിവാകരൻ, വാർഡ് മെമ്പർ ഹരിപ്രകാശ്, CRC കൺവീനർ ഫാത്തിമ ബീവി, PTA പ്രസിഡന്റ് G. തുളസീധരൻ, S. വേണുഗോപാൽ, ബിജു മഠത്തിൽ, ജനറൽ കൺവീനർ മേരി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ ബഹുമതി സമർപ്പിച്ചു. പുതുതായി നിർമ്മിച്ച ലബോറട്ടറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷനായ ചടങ്ങിൽ ലബോറട്ടറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാറും ക്യാഷ് ബഹുമതി പത്രസമർപ്പണം MP NK പ്രേമചന്ദ്രനും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു സ്വാഗതം പറഞ്ഞു. പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. റാണിചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ആദരിച്ചു. നിർധന രോഗികൾക്കുള്ള ധനസഹായം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ PK ജമീല മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA പുനലൂർ മധു, BJP സംസ്ഥാന സെക്രട്ടറി B. രാധാമണി, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന നിയമസഭയിലെ സമാനതകളില്ലാത്ത നേതാവായിരുന്നു TM ജേക്കബ് എന്ന് ചീഫ് വിപ്പ് PC ജോർജ്. TM ജേക്കബിന്റെ 3ാമത് ചരമവാർഷികം പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണ കാര്യങ്ങളിൽ പുതിയ തലമുറ TM ജേക്കബിനെ മാതൃകയാക്കണമെന്ന് PC ജോർജ് പറഞ്ഞു. കടന്നുവന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം പഠിക്കേണ്ട വ്യക്തിത്വം എന്ന് പറയുന്നത് TM ജേക്കബാണ്. യാതൊരു സംശയവും. നമ്മളെ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ജനാധിപത്യരാജ്യമായ ഭാരതത്തിലെ ജനാധിപത്യ സംസ്കാരത്തെ പറ്റി, നിയമനിർമ്മാണത്തെ പറ്റി, ഭരണ സംവിധാനത്തെ പറ്റി, നിയമത്തിന്റെ നൂലാമലകളെ പറ്റി ഒക്കെ ജേക്കബിനുണ്ടായിരുന്ന ആ അപാരമായ പാണ്ഡിത്യം, അറിവുകൾ കേരളത്തിലെ മറ്റ് ഏതെങ്കിലും മേഖലയായി താരതമ്യപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് ചിരട്ടക്കോണം സുരേഷ് അധ്യക്ഷനായി. അടൂർ MLA ചിറ്റയം ഗോപകുമാർ TM ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ എതിരാളികൾ പോലും ആദരവോടെ കണ്ടിരുന്ന നേതാവാണ് TM ജേക്കബ് എന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി R. രാജശേഖരപിള്ള, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, വാക്കനാട് രാധാകൃഷ്ണൻ, SFCK ചെയർമാൻ C. മോഹൻപിള്ള, കേരള കോൺഗ്രസ് B നിയോജകമണ്ഡലം പ്രസിഡന്റ് AR ബഷീർ, കുളക്കട രാജു, എഴുകോൺ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വന്ന UAT തെന്മല LPSലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് മൂലമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് ഇവിടേക്ക് മാറ്റിയത്.
പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. ഇപ്പോൾ UIT പ്രവർത്തിക്കുന്ന കെട്ടിടം താൽക്കാലികമാണെന്നും തെന്മല മാർക്കറ്റിനോട് ചേർന്ന UITക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുമെന്നും കെ ശശിധരൻ പറഞ്ഞു. കൂടുതൽ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ കോഴ്സുകളിലൊക്കെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തുന്നതായിരുന്നു ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹചര്യമില്ലാതെ വന്നപ്പോഴാണ് തെന്മല ഗ്രാമപഞ്ചായത്തും SFI നിർമ്മിച്ച ഈ കെട്ടിടം തൽക്കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, പഞ്ചായത്ത് അംഗങ്ങളായ VS മണി, റീന സജീവ്, ഉഷാകുമാരി, തെന്മല LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജാത K തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സംഘടിപ്പിച്ച പ്രക്ഷോഭ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. 12-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ 31-ന് പാറശാലയിൽ സമാപിക്കും. 5 വർഷ തത്വം സംരക്ഷിച്ച് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിച്ചവരെയും നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനഃക്രമീകരിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരസ്യമായ ഏത് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. അതിൽ ഏറ്റവും വലിയ കാര്യം നികുതി പിരിവിന് സ്റ്റേ കൊടുക്കുന്നു എന്നതാണ്. 32,500 കോടി രൂപ നികുതി പിരിച്ചെടുക്കാനുള്ള ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ധനകാര്യമന്ത്രിയും മത്സരിച്ച് സ്റ്റേ കൊടുക്കുകയും അതിന്റെ ഭാഗമായി നികുതി പിരിവ് നടക്കുകയും ചെയ്യുന്നില്ല. വാണിജ്യ നികുതി വകുപ്പിലെ ഒരു ജീവനക്കാരൻ നികുതി പിരിക്കാൻ പോയാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അപ്പോൾ ടെലിഫോൺ വിളി വരും. നിങ്ങൾ എവിടെ പോകുന്നു? അവിടെ പോകേണ്ടതില്ല, അവിടെ പിരിക്കേണ്ടതില്ല. പിന്നെ എവിടുന്ന പിരിക്കുന്നത്? ഈ കേരളത്തിൽ നിന്നല്ല പിരിക്കാൻ പറ്റൂ. കേരളത്തിന്റെ ഖജനാവിലേക്കുള്ള പണം കേരളത്തിൽ നിന്ന് പിരിച്ചു കണ്ടെത്തണമല്ലോ. അത് പിരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ഭരണാധികാരികൾ. ബുധനാഴ്ച രാവിലെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PS ചെറിയാൻ അധ്യക്ഷനായി. കൺവീനർ S സഫീർ സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A ശ്രീകുമാറാണ് ജാഥ ക്യാപ്റ്റൻ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SNDP യോഗം മാത്ര 3448 നമ്പർ ശാഖയിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും നവംബർ 10 മുതൽ 12 വരെ നടക്കും. ശിവഗിരി മഠം ആചാര്യൻ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. നവംബർ 10 രാവിലെ 9 മണിയോടെ വെഞ്ചേമ്പ് ശാഖാ പ്രസിഡന്റ് CK വിശ്വനാഥൻ പൂർണ്ണകുംഭം നൽകി സച്ചിദാനന്ദ സ്വാമികളെ സ്വീകരിക്കും. 3 ദിവസങ്ങളിലും ഗുരുമന്ദിരത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. 12-ന് രാവിലെ 7 മണിക്കും 8:45 മധ്യേ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിക്കും. അടുക്കളമൂല ലക്ഷ്മി വിലാസത്തിൽ N വിജയനാണ് പഞ്ചലോഹ വിഗ്രഹം നേർച്ചയായി സമർപ്പിച്ചത്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ക്ഷേത്ര സമർപ്പണവും സ്കോളർഷിപ്പ് വിതരണവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. 10, 11, 12 തീയതികളിൽ ശിവഗിരി മഠത്തിലെ ആചാര്യൻ ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഇവിടെ ഭക്തിപരമായ പ്രാർത്ഥനയും ദിവ്യ പ്രബോധന ക്ലാസുകളും നടക്കുന്നതിനോടൊപ്പം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന പഞ്ചലോക വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനോടൊപ്പം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ആരാധനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ കർമ്മം നിർവഹിക്കും. പുനലൂർ യൂണിയൻ കൺവീനർ K പത്മകുമാർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മാത്രശാഖാ പ്രസിഡന്റ് V വിജയൻ സ്വാഗതം പറയും. സെക്രട്ടറി S സുദർശൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, പ്രേം കമലാസനൻ, TP സുന്ദരേശൻ, പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, B ശശിധരൻ തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നവംബർ 1-ന് നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ദീപശിഖ റാലികൾ കൊല്ലത്തേക്ക് പുറപ്പെട്ടു. പുനലൂരിൽ നിന്നുള്ള റാലി നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിലെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി പുനലൂരിൽ നിന്നും അതുപോലെ ചാത്തന്നൂരിൽ നിന്നും ഓച്ചറിൽ നിന്നുമായി 3 ദീപശിഖ യാത്രകൾ വൈകുന്നേരം അവിടെ എത്തിച്ചേർന്നു. 4 മണിക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ വലിയ ഘോഷയാത്രയോടുകൂടി പൗരപ്രമുഖരും ജനങ്ങളും ആകെ പങ്കെടുക്കുന്ന അതിമനോഹരമായ ഒരു ഘോഷയാത്രയോടുകൂടി ചെല്ലുന്ന നമ്മുടെ നേതാക്കന്മാരെയും അതുപോലെ കായിക താരങ്ങളെയും ഒക്കെ സ്വീകരിച്ച് DTPC ഓഫീസിന് മുമ്പിൽ സജ്ജീകരിച്ചിട്ടുള്ള വള്ളംകളിയുടെ ഉദ്ഘാടന വേദിക്കരികിൽ
ഈ ദീപശിഖ അവിടെ പ്രകാശിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ദീപശിഖ നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സഞ്ജയ് ഖാൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വസന്താരഞ്ജൻ, സുശീല രാമചന്ദ്രൻ, മിനി മധുകുമാർ, കൌൺസിലർമാർ, വാർഡ് കൌൺസിലർമാർ, കായിക പരിശീലകൻ ടൈറ്റസ് ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. പുനലൂർ SN കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അത്ലറ്റുകളാണ് ദീപശിഖ ഏന്തിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ വിംഗ് ഇവരെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ട നിർമ്മാണം പരിശീലിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ നവംബർ 2 മുമ്പായി അതത് വാർഡ് കൌൺസിലർമാരുമായി ബന്ധപ്പെടണമെന്ന് വൈസ് ചെയർമാൻ എസ് ബിജു അറിയിച്ചു. പുനലൂർ നഗരസഭയിലെ പരവട്ടം, മണിയാർ, അഷ്ടമംഗലം വാർഡുകൾ ഒഴികെയുള്ള 33 വാർഡുകളും വിളക്കുടി, പിറവന്തൂർ പഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് വാട്ടർഷെഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലസംരക്ഷണമാണ് വാട്ടർഷെഡ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിലൂടെ പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. മുക്കടവ്, കലയനാട്, വട്ടമൺ എന്നീ വാട്ടർഷെഡ് പ്രൊജക്ടുകളാണ് നിലവിലുള്ളത്. ഇവയുടെ എൻട്രി പ്രൊജക്ടുകൾ പൂർത്തിയാക്കി. മഴക്കുഴിയും ജൈവവേലികളും പ്രകൃതിയിൽ നിന്നുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർഷെഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി അടുക്കളത്തോട്ട നിർമ്മാണത്തിനായുള്ള പരിശീലനത്തിന് ആഗ്രഹിക്കുന്നവർ നവംബർ 2 മുമ്പായി അതാത് കൌൺസിലർമാരെ പേരും വിലാസവും ഫോൺ നമ്പരും അറിയിക്കണം. പച്ചക്കറി കൃഷി വ്യാപകമാക്കി വിഷമുക്തമായ പച്ചക്കറി വീട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് അടുക്കളത്തോട്ടം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിലെ വിദഗ്ധരാണ് പരിശീലനം നൽകുന്നത്. അടുക്കളത്തോട്ടം നിർമ്മിച്ച് പരിപാലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പരിശീലനം തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ നൽകുന്നതിനു വേണ്ടി നഗരസഭയും വാട്ടർഷെഡ് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വാർഡ് കൌൺസിലറെയോ അതല്ലെങ്കിൽ നഗരസഭാ ഓഫീസിലെ കുടുംബശ്രീ ഓഫീസിലോ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യണം. അവരുടെ പരിശീലനം സൗജന്യമായിരിക്കും. എത്ര പേർ രജിസ്റ്റർ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തീയതിയും സ്ഥലവും പിന്നീട് അറിയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ കൈവശ ഭൂമിക്കാർക്ക് പട്ടയം നൽകാനാവാത്തത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേടെന്ന PC ജോർജ്. റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം വളരെ വലുത്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇതിന് ഉത്തരവാദികളെന്നും PC ജോർജ്. കള്ളപ്പണക്കാരുടെ കൂട്ടത്തിൽ കോൺഗ്രസുകാർ ഇല്ല എന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് PC ജോർജ്. കേരള കോൺഗ്രസുകാർ ഉണ്ടാവില്ലെന്നും PC ജോർജ്. വിദ്യാഭ്യാസ വായ്പകൾക്ക് ദേശസാത്കൃത ബാങ്കുകൾ മുന്തിയ പരിഗണന നൽകണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്കുകൾ മതിയായ പരിഗണന നൽകുന്നില്ലെന്ന MPയുടെ കുറ്റപ്പെടുത്തൽ. പത്തനാപുരം മാങ്കോട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കൽവിളക്കുകളും വിഗ്രഹങ്ങളും തകർക്കപ്പെട്ടു. സംഭവം കഴിഞ്ഞ രാത്രി. പ്രമുഖ നാടക പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അന്തരിച്ച സജി സാമിന്റെ സംസ്കാരം വ്യാഴാഴ്ച നടന്നു. സജി സാമിന്റെ വിയോഗം മലയാള നാടകരംഗത്ത് കനത്ത നഷ്ടം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.